എല്ലാവർക്കും നമസ്കാരം. ഹൈ പൊട്ടൻഷ്യൽ സീരീസിൻ്റെ അപ്ഡേഷനായിട്ട് വന്നതാണ്. ഒപ്പം അതിനോടനുബന്ധിച്ച് എൻ്റെ കുറച്ച് കാര്യങ്ങളും. ഹൈ പൊട്ടൻഷ്യൽ സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ആ സീരീസിൻ്റെ കഥ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ ഫുൾ എപ്പിസോഡിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ സീസൺ 1 ഫുൾ കഥ കേൾക്കാൻ പറ്റും. പിന്നെ സെക്കൻഡ് ൻ്റെ മുഴുവൻ എപ്പിസോഡിൻ്റെ സ്ട്രീമിംഗ് കഴിഞ്ഞു. 18 എപ്പിസോഡാണ് ഇപ്രാവശ്യം ഉള്ളത്. അതിൽ റോമനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം നമ്മുടെ ചെക്കൻ കാരഡക്കിന് ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ ഫുൾ എപ്പിസോഡ് ഞാൻ കണ്ടു തീർത്തു. ഒരുപാട് ആളുകൾ കമൻറ്റിൽ വന്ന് ചോദിക്കുന്നുണ്ട് സെക്കൻഡ് സീസണിൻ്റെ കാര്യം എന്തായി, തുടങ്ങുന്നില്ലേ എന്നൊക്കെ. അതേപോലെ തന്നെ FBയിലും ഇൻസ്റ്റയിലൊക്കെ എനിക്ക് മെസ്സേജും അയക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ അത് വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മറുപടി തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു റെക്കോർഡിംഗ് ചെയ്യുന്നത്. ഹൈ പൊട്ടൻഷ്യൽ സീസൺ 2 ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീമിങ്. അപ്പോൾ കമൻ്റ് ഇട്ടവരോടായാലും മെസ്സേജ് ചെയ്തവരോടെല്ലാം ഞാൻ പറഞ്ഞിരുന്നു ഹോട്ട്സ്റ്റാറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ എപ്പിസോഡ് കാണാമെന്നുള്ളത്. പക്ഷേ അതിൽ ഒട്ടുമിക്ക ആളുകളും പറഞ്ഞത് എൻ്റെ നരേഷന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അപ്പോൾ അതുകൂടി കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ക്ലാരിഫിക്കേഷൻ തരണം എന്നെനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ നരേഷന് ഇഷ്ടമായി എന്ന് അറിഞ്ഞാലും ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾ എൻ്റെ നരേഷന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ബോറടിപ്പിക്കാനോ അല്ലെങ്കിൽ ക്ഷമ പരീക്ഷിക്കാനോ ഞാൻ ഒരുക്കമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു ക്ലാരിഫിക്കേഷൻ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ഇത് എത്രത്തോളം ലെങ്തായി പോകുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ നേരെ കാര്യത്തിലേക്ക് വരാം. ഹൈ പൊട്ടൻഷ്യൽ സീസൺ 2 18 എപ്പിസോഡാണ് ഇപ്രാവശ്യം. 18 എപ്പിസോഡും സ്ട്രീമിംഗ് കഴിഞ്ഞു ജിയോ ഹോട്ട്സ്റ്റാറിൽ. ഇനി അത് ചെയ്യാനുള്ള ഡിലേ, അതിലത് ഞാൻ ടെക്നിക്കൽ സൈഡ് പറയാം. ഒന്ന്, ഞാനൊരു ഫുൾ ടൈം യൂട്യൂബർ അല്ല. 2, ഞാൻ എഡിറ്റിങ്ങും വോയിസ് റെക്കോർഡിങ്ങും ഇതുൾപ്പെടെ ചെയ്യുന്നത് മൊബൈലിലാണ്. എനിക്ക് PC-യോ ലാപ്ടോപ്പോ ഒന്നുമില്ല. അത് പറയാൻ കാര്യം, മൊബൈലിൽ ചെയ്യുമ്പോൾ നമ്മൾ PC-യിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ടൈം കൺസ്യൂമിംഗ് ആണ്. കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെയുള്ള റീസണാണ് കോപ്പിറൈറ്റ് ഇഷ്യൂ. ഇതുപോലുള്ള ചാനലുകൾ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് കോപ്പിറൈറ്റ്. കാരണം നമ്മൾ മറ്റൊരാളുടെ കണ്ടന്റ് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ചാനലിലെ ഡ്രാക്കുളമാമൻ്റെ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്, ആനിമേഷൻ മൂവി. അതിന് കോപ്പിറൈറ്റ് കിട്ടി കിടക്കുന്നതാണ്. പക്ഷെ അവർ മോണിറ്റൈസേഷൻ മാത്രമാണ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ വീഡിയോ ബ്ലോക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുഴപ്പമില്ല, ആളുകൾ കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹൈ പൊട്ടൻഷ്യൽ ചെയ്തപ്പോൾ 13 എപ്പിസോഡിൽ 10 എണ്ണത്തോളത്തിനും എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയിരുന്നു. അത് റീ എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്തത്. ചിലത് ഒരു പ്രാവശ്യം എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റെഡിയാവും. പക്ഷെ ചിലത് 2-3 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ടൈം ഒരുപാട് കൺസ്യൂം ചെയ്തിട്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്ത് തീർത്തത്. അതുകൊണ്ട് തന്നെയാണ് എപ്പിസോഡ് ഇടുന്നതിന് ഗ്യാപ്പെല്ലാം വന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസും ഉണ്ട്. ഇനി ഇതിലെല്ലാം ഉപരി എൻ്റെ ഒരു പേഴ്സണൽ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ അത് എങ്ങനെ പറഞ്ഞ് തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും അങ്ങ് പറഞ്ഞു തുടങ്ങുവാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾക്കറിയാം, ഞാൻ ഹൈ പൊട്ടൻഷ്യലിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് പറഞ്ഞ സമയത്തല്ല അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഞാനതിനൊരു അപ്പോളജി കമൻറ്റ് അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കാരണം പറഞ്ഞില്ല, പേഴ്സണൽ കാരണം മാത്രമാണ് പറഞ്ഞിരുന്നുള്ളൂ. പിന്നീട് ഞാൻ നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് റവന്യൂ വന്നതിന് ശേഷം ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ അതിൽ ചെയ്ത കാര്യം ഒറ്റയ്ക്കല്ല ചെയ്യാൻ പ്ലാനിട്ടിരുന്നത്, പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ട വന്നു എന്നുള്ളത്. അപ്പോൾ അതെത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ച് ആളുകൾക്ക് മനസ്സിലായിട്ട് അവരെനിക്ക് മെസ്സേജ് അയച്ചു, FBയിലും ഇൻസ്റ്റാഗ്രാമിലും. എന്താണ് ബ്രോ പറ്റിയതെന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ ആദ്യം ഒന്നും വിട്ട് പറഞ്ഞില്ലെങ്കിലും പക്ഷേ കുറച്ച് ആളുകൾ എനിക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുമായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ഇതാണ് കാരണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവരൊരുപാട് സപ്പോർട്ട് തന്നു. എല്ലാം ശരിയാവും ബ്രോ എന്നെല്ലാം പറഞ്ഞ്. അപ്പോൾ അവരോട് ഓൾറെഡി ഞാൻ അവിടെ താങ്ക് യു പറഞ്ഞാണ്. പക്ഷേ ഇപ്പോഴൊരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഹൈ പൊട്ടൻഷ്യൽ ചെയ്ത സമയത്തായിരുന്നു എൻ്റെ ഡിവോഴ്സ്. അപ്പോൾ ഞാൻ സിനിമയ്ക്ക് പകരം ഒരു സീരീസ് ചെയ്യാം എന്ന് തീരുമാനിച്ചത് ആ സമയത്തൊരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെയാണ് ഹൈ പൊട്ടൻഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത് എന്തായാലും എനിക്കൊരുപാട് സഹായമായി. അതെന്താണെന്ന് വെച്ചാൽ, അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ കമൻറ്റുകൾ എന്നെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിരുന്നു. അതായത് ഭയങ്കര മോട്ടിവേഷനായിരുന്നു എനിക്ക്. നിങ്ങൾ പറയുന്ന നല്ല നല്ല കമൻറ്റുകൾ, നിങ്ങളുടെ മോട്ടിവേഷണൽ കമൻറ്റുകൾ, അതെല്ലാം ഒരുപാട് ആ ഒരു സിറ്റുവേഷൻ കുറച്ചുകൂടെ ഒന്ന് ലഘൂകരിക്കാൻ എന്നെ സഹായിച്ചു. അപ്പോൾ അതിന് നിങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു ലെവലിലേക്കെങ്കിലും എനിക്ക് എത്താൻ സാധിച്ചത് 3-4 സുഹൃത്തുക്കളും കുറച്ച് ബന്ധുക്കളും പിന്നെ നിങ്ങളും കാരണമാണ്. ഒരു 2 മാസം മുമ്പ് വരെ എൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊന്ന് ഓക്കെ ആയതിന് ശേഷമാണ്
ഞാൻ ആ സുഴൽ എന്ന സീരീസ് തുടങ്ങിയത്. കാരണം അതൊരു മോട്ടിവേഷൻ ആവും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മുടെ ഹൈ പൊട്ടൻഷ്യലിൻ്റെ അത്രയും ഒരു സക്സസ് ആയില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിൽ ഒരുപാട് ആളുകൾ കമൻ്റ് ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വ്യൂസിനെ കുറിച്ചല്ല പറയുന്നത്, വ്യൂസ് കുറവാണ്. പക്ഷേ വ്യൂസിലുപരി ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഹൈ പൊട്ടൻഷ്യൽ സീരീസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാനിരുന്ന സമയത്താണ് ഞാൻ വേറൊരു കാര്യം അറിയുന്നത്. എൻ്റെ പാർട്ട്ണറുടെ അല്ലെങ്കിൽ പാർട്ട്ണറായിരുന്ന ആളുടെ കല്യാണം ഫിക്സായി എന്ന്. അപ്പോൾ തകർന്നുപോയി. വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കായിരുന്നു. ഓൾറെഡി ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതുകൂടി ആയപ്പോഴത്തേക്കും വല്ലാണ്ട് തകർന്നുപോയി. ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്കൊക്കെ പോയി. അതിൽ നിന്നും ഈ പറഞ്ഞ 3-4 സുഹൃത്തുക്കളൊക്കെയാണ് ഒരുപാട് സഹായിച്ചത്. ആൻഡ് ഇപ്പോഴും കംപ്ലീറ്റ്ലി ഞാൻ ഓവർകം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നേരത്തെക്കാളും ബെറ്ററാണ്. കാരണം ദിസ് ഇസ് ദ റിയാലിറ്റി. അതൊക്കെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ ഞാൻ ഇനി ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹൈ പൊട്ടൻഷ്യൽ സീസൺ 2 ഞാൻ ആദ്യം ഒരു ടെക്നിക്കൽ സൈഡ് പറഞ്ഞിരുന്നു, ഈ ഡിലേ ആവുന്നതിൻ്റെയൊക്കെ. പിന്നെയുള്ള കാര്യമാണ് ഇത്. ഞാൻ മെൻ്റലി കംപ്ലീറ്റ്ലി ഓക്കെ അല്ല. ഞാൻ ആ സുഴലും ചെയ്ത് തീർത്തത് ഇതേപോലെ തന്നെ വളരെ ഒരു പിരിമുറുക്കത്തിൽ തന്നെയായിരുന്നു. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കാതെ പറ്റില്ല. അതുകൊണ്ട് അത് എങ്ങനെയൊക്കെയോ ഞാൻ തീർത്തു. ഇൻഫാക്റ്റ് ഹൈ പൊട്ടൻഷ്യലിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ സ്ക്രിപ്റ്റിങ് തുടങ്ങിയതാണ് ആക്ച്വലി. പക്ഷേ കുറച്ച് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ആക്ച്വലി എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നു, എനിക്കതിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ അത് എപ്പോൾ തുടങ്ങും, എപ്പോൾ അപ്ലോഡ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. തീർച്ചയായും ഇത് ഓവർകം ചെയ്യും. ഞാൻ തിരിച്ചു വരും. ഒരു 2.0 അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വെർഷൻ എന്നൊക്കെ പറയുന്ന പോലെ അതിനുള്ള ശ്രമത്തിൽ തന്നെയാണ്. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങളെ വെറുപ്പിക്കാനോ നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാനോ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഡയറക്റ്റ് പറയുന്നത്. എനിക്കിതിങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, കുറച്ച് ആളുകൾ എന്നെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ എൻ്റെ കഥ കേൾക്കാൻ നിൽക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. കാര്യം ഹൈ പൊട്ടൻഷ്യലിൻ്റെ അത്രയും സുഴലിൽ ആളുകൾ വന്നില്ല എങ്കിൽ കൂടി എനിക്കറിയില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാത്തതുകൊണ്ടാണോ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്താണോ എന്താണെന്നുള്ളത്. പക്ഷെ എന്തായാലും പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇനി സീസൺ 2 എപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ചാനലിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേൾക്കാം. അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ എപ്പിസോഡ് എല്ലാം ഉണ്ട്, അവിടെയും കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഒരിക്കലും എൻ്റെ ഒരു പേഴ്സണൽ പ്രോബ്ലത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങളുടെ സമയം കളയാനോ നിങ്ങളെ പിടിച്ചു നിർത്താനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ ഇങ്ങനെയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റിയത്, നിൽക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് എന്ന് നിൽക്കാം. എല്ലാവരുടെയും സമയത്തിന് വിലയുണ്ട്. എല്ലാവരും തിരക്കിലാണ്, പല സ്ട്രെസ്സിലുമാണ്. അതിൻ്റെ ഇടയിൽ ഒരു എൻ്റർടൈൻമെൻ്റായിട്ട് വരുന്നതാണിത്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങളെ തെറ്റു പറയില്ല. എനിക്ക് തരാൻ പറ്റാത്ത എൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. അതുമൂലം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു വന്ന കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സെക്കൻഡ് സീസൺ ഞാൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല, എപ്പോൾ അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഞാനത് ചെയ്യും. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. പക്ഷേ എപ്പോൾ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഐ എം സോ സോറി അബൌട്ട് ദാറ്റ്. എനിക്കതിപ്പോൾ പറയാൻ പറ്റുന്നില്ല. എന്തായാലും ചെയ്യും. അപ്പോൾ അതുവരെ ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അല്ലാത്തവരോട് ഒരു ദേഷ്യവും പിണക്കവും ഒന്നുമില്ല. അപ്പോൾ ഇനിയും പറഞ്ഞ് വലിച്ചു നീട്ടി ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കുന്നില്ല. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. പക്ഷേ എപ്പോൾ എന്നിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും വീണ്ടും കാണും. അപ്പോൾ അതുവരെ എല്ലാവരോടും ബായ്. ഒപ്പം ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. പിന്നെ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അതിപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. നിങ്ങൾ മെൻ്റലി ഭയങ്കര സ്ട്രെസ്ഡാണ്, അത് ഏത് കാരണം കൊണ്ടാണെങ്കിലും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒറ്റയ്ക്കിരിക്കരുത്. നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് അവരുടെ അടുത്ത് പോയി കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ സിൻസിയറായിട്ട് നിങ്ങളെ ഒപ്പം നിൽക്കുന്ന, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും മനസ്സിലാവുന്ന ആളുകളുണ്ടെങ്കിൽ മാത്രം അവരുടെ അടുത്ത് ഷെയർ ചെയ്യുക. ഇനി അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതൊരു പക്ഷേ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാണെങ്കിൽ ബുക്സുകൾ ഒരുപാട് വായിക്കുക. അതല്ല ഇനി മൂവി കാണാനാണെങ്കിൽ അങ്ങനെ കാണുക. കാരണം എല്ലാവർക്കും എപ്പോഴും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും ഉണ്ടാവണമെന്നില്ല. ഒരുപാട് ആളുകൾ ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾക്കും ഓവർകം ചെയ്യേണ്ടതാണ്. ഇതെല്ലാം കടന്നു പോകും. നിങ്ങൾ എൻ്റെ ഇൻട്രോയും ഔട്ട്രോയും ശ്രദ്ധിച്ചിട്ടില്ലേ? ഇൻട്രോയിൽ ഞാൻ നിങ്ങൾ ഓക്കെ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യം ഇറ്റ്സ് എ പവർഫുൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഇതുപോലെ സ്ട്രെസ്സിലേക്ക് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരോടൊന്ന് ചോദിക്കുക, നീ ഓക്കെ അല്ലേ എന്ന്. നിങ്ങളുടെ അടുത്ത് അവർ അത്രയും കംഫർട്ടബിൾ ആണെങ്കിൽ അവരുടെ ഇഷ്യൂ നിങ്ങളോട് അവർ ഷെയർ ചെയ്യും. കാരണം ഞാനും കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ ഇതേപോലെ കുറേ ആളുകളുടെ അടുത്ത് നിന്നും എക്സ്പെക്റ്റ് ചെയ്തിരുന്നു, നീ ഓക്കെ ആണോടാ, നമുക്കൊന്ന് പുറത്തു പോകാം.
അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കാം. ഞാനൊരു ടീ ലവറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് പ്രിയപ്പെട്ടവരുടെ ഒപ്പം പോയി ചായ കുടിക്കുന്നതൊക്കെ. അപ്പോൾ അതേപോലെ നിങ്ങളൊന്ന് ചോദിക്കുക ഓക്കെ ആണോ എന്നുള്ളത്. അതുപോലെ നിങ്ങൾ സ്ട്രെസ്സിലാണെങ്കിൽ നിങ്ങൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ എക്സ്പെക്റ്റ് ചെയ്യും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ആദ്യം നമ്മളത് അങ്ങോട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ആരെങ്കിലും ഇതേപോലെ സ്ട്രെസ്സിലാണെങ്കിൽ ഒന്ന് ചോദിക്കും, നീ ഓക്കെ ആണോടാ, അല്ലെങ്കിൽ ഓക്കെ ആണോടി. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഔട്ട്രോയിൽ ഞാൻ പറയുന്നുണ്ട്, സങ്കടങ്ങൾ തളർന്നു പോകാതിരിക്കുക, ഞാനുണ്ടാവും നിങ്ങളുടെ ഒപ്പം എന്നുള്ളത്. അതും അതേപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും സ്ട്രെസ്സിലിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഒപ്പം നിന്ന് പറയുക അവരുടെ അടുത്ത്, ഞാനുണ്ട്, കുഴപ്പമില്ല, എല്ലാം ശരിയാവും എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇൻട്രോയിലും ഔട്ട്രോയിലും അങ്ങനെ പറയുന്നത്. കാരണം നമുക്ക് പരസ്പരം കൊടുക്കാൻ പറ്റില്ല ഒരു കൈൻഡ്നെസ്, കമ്പാഷൻ, ഇതൊക്കെയാണ്. അത് പരസ്പരമൊക്കെ ഒന്ന് കൊടുക്കുക, സങ്കടങ്ങളിൽ ഒപ്പം നിൽക്കുക, ചേർത്ത് പിടിക്കുക. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്, ഒരിക്കലും ഒറ്റയ്ക്ക് ഇരിക്കരുത്. ഷെയർ ചെയ്യാൻ ആളുകളില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തിലാണ് നിങ്ങൾക്ക് എൻഗേജ്ഡ് ആവാൻ പറ്റുക അത് ചെയ്യുക. ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ജോലിക്ക് പോവുക. ഓവർ ടൈം ചെയ്യാൻ പറ്റുന്ന ജോലിയാണെങ്കിൽ ഓവർ ടൈം എടുത്തോളൂ. ഇനി അതല്ല എങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ സ്ഥിരം വരുന്ന ബസ്സിന് കയറാതെ മേ ബി അതിന് ശേഷം വരുന്നൊരു ബസ്സിന് കയറാം. അതല്ല ബൈക്കിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ പതുക്കെ പോവുക. പോകുന്ന വഴിക്ക് ഏതെങ്കിലും പാർക്കോ പുഴ സൈഡോ അല്ലെങ്കിൽ ഗ്രൗണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യാം. ഞാൻ വരുന്ന വഴിക്ക് ഗ്രൗണ്ട് ഉണ്ട്, ഞാൻ അവിടെ കുട്ടികൾ കളിക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യായിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അതേപോലെ തന്നെയുള്ള കാര്യമാണ് ലഹരിക്കൊന്നും അടിമയാവാതിരിക്കുക. എസ്പെഷ്യലി എന്നെപ്പോലെ ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ. കാരണം ഇപ്പോൾ നമ്മൾ പലരും ചെയ്യുന്ന കാര്യമാണ് എല്ലാ ഓർമ്മകളും മറക്കാൻ വേണ്ടി. അതേപോലെ തന്നെ ഉറക്കക്കുറവെല്ലാം വരും. അപ്പം നമുക്ക് ഉറക്കം കിട്ടാൻ വേണ്ടി, കാരണം ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, എനിക്ക് നല്ല ഉറക്കക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് സത്യം പറഞ്ഞാൽ ചീത്ത പറഞ്ഞു. കാരണം ഞാൻ കഴിക്കില്ലാത്ത ആളാണെന്ന് അറിയാവുന്നത് കൊണ്ട്. ഞാനൊരു ദിവസം ഇതുപോലെ കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്നെ ചീത്ത പറഞ്ഞു. ആൻഡ് ദെൻ അവൻ എന്നെ അഡ്വൈസ് ചെയ്തു. ആ അഡ്വൈസ് വളരെ ശരിയായ ഒരു കാര്യമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു വല്ലാത്ത ധൈര്യം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പലതും തോന്നും. സോ നമ്മൾ ഈ ഒരു ഡിപ്രഷനിലേക്ക് ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു പക്ഷേ ആത്മഹത്യ പ്രവണത വരെ നമുക്ക് വരും. ആ മൊമെൻറ്റിൽ നമ്മൾ കഴിച്ചിട്ടും കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മളങ്ങനെ ചെയ്തും പോകും. അതുകൊണ്ടാണ് പറയുന്നത്, ലഹരി ഉപയോഗിക്കരുത് ആ സമയത്ത്. അല്ലാതുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് മറ്റുള്ളവരായിട്ട് സംസാരിക്കുക എന്നുള്ളത്. പിന്നെ സങ്കടങ്ങൾ, കരച്ചിൽ വന്ന് കരഞ്ഞോളൂ. കരഞ്ഞ് തന്നെ പോകുന്നത് വളരെ നല്ലതാണ്. കരച്ചിലടക്കി പിടിക്കണ്ട, നിങ്ങൾക്ക് കരയാം. ഞാനൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ബെഡ്റൂമിൽ തലവണയിൽ മുഖമർത്തി, വായിൽ പുതപ്പ് കുത്തി കയറ്റി, ബാത്റൂമിൽ, ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വൈസർ അടച്ചിട്ടിട്ട്, അങ്ങനെ പല പല വഴികളുണ്ട്. ഏത് വഴി വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ സങ്കടം ഉള്ളിൽ അടക്കി വെക്കണ്ട, കരഞ്ഞ് തീർത്തോളൂ. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇതിൽ നിന്നെല്ലാം പുറത്ത് വരണം. അതൊരു നാൾ കഴിയും. ഓക്കെ, കഴിയില്ലായൊന്നുമില്ല, കഴിയും. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ഹാഫ് വേ അല്ലെങ്കിൽ മോർ ദാൻ ഹാഫ് വേ കഴിഞ്ഞു. കുറച്ചുകൂടെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെ ആവാൻ പറ്റും. അപ്പോൾ അതിനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഞാൻ. ആൻഡ് ഐ റിയലൈസ് ഇതാണ്, ദിസ് ഈസ് ദ റിയാലിറ്റി. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മളൊരിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുറകെ പിന്നെ പോകരുത്. അവർ ശല്യപ്പെടുത്താൻ അവരെന്ത് ചെയ്യുന്നു ഇതൊന്നും നോക്കി നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. എന്നിൽ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഓർമ്മകൾ വരുന്നുണ്ട്, ഓർമ്മകൾ വല്ലാതെ കൊല്ലുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഓർക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു നാൾ ഞാൻ തിരിച്ചു വരും. ആ ഒരു കോൺഫിഡൻസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എപ്പോഴും കീപ്പ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്, നെവർ ബി എലോൺ. ഒരിക്കലും ഒറ്റയ്ക്ക് ഇരിക്കരുത്. എന്തിലെങ്കിലും എൻഗേജ് ആവുക. ഇനി ആരും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനില്ലെങ്കിലും നിങ്ങളുടേതായ രീതിയിൽ കണ്ടെത്തുക. സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, റൊമാൻറ്റിക് ഓർ ഇമോഷണൽ മൂവീസ് കാണരുത്. മാക്സിമം കോമഡി മൂവീസ് അല്ലെങ്കിൽ ത്രില്ലേഴ്സ്, സസ്പെൻസ് മൂവീസ് അങ്ങനെയൊക്കെ കാണുക. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ വരില്ല. പക്ഷേ റൊമാൻറ്റിക് മൂവിയോ അല്ലെങ്കിൽ ഇതുപോലെ ഇമോഷണൽ മൂവീസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ സങ്കടം കൂടുതൽ ഡബിൾ ആക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ജോൺറയും നിങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ഇതെല്ലാം എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. സോ എല്ലാവരോടും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും വലിച്ചു നീട്ടുന്നില്ല, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇതെല്ലാം കടന്നു പോവും, നമുക്ക് തിരിച്ചു വരാം. ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ, എൻജോയ് ചെയ്യാമെന്നേ. അപ്പോൾ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി. വീണ്ടും കാണാം.